ഉച്ചയുണ്ട് നമുക്കിന്ന് ഇവിടെ മീനൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. മീൻ കൊണ്ടുവരുന്ന ചേട്ടനാണെങ്കിൽ ഇന്ന് മീനും കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. അങ്ങനെ ഉച്ചയൂണ് തട്ടിയും മുട്ടിയൊക്കെ അങ്ങ് പോയി. ഇനി രാത്രിയിൽ എന്താ സെറ്റപ്പ് ആക്കുക എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ ടൗണിൽ പോയി മീൻ മേടിച്ചുകൊണ്ട് വന്നാലെന്താന്ന് വിചാരിച്ചത്. അപ്പോഴത്തേക്കും കേട്ട പാതി കേൾക്കാത്ത പോയി ചേട്ടൻ ശകടമായിട്ട് ഇറങ്ങി കേട്ടോ. അങ്ങനെ 2 മക്കളുമായിട്ട് ഞങ്ങൾ 4 പേരും കൂടെ മീൻ മേടിക്കാൻ പോവുകയാണ്. മീൻ മേടിക്കുക പോവുക എന്ന് പറഞ്ഞാൽ മീൻ മേടിക്കൽ മാത്രമൊന്നും അല്ല കേട്ടോ ഉദ്ദേശം. ഇടയ്ക്കൊന്ന് കഴിക്കാം, തിന്നാം, കുടിക്കാം, അങ്ങനെയൊക്കെ എൻ്റെ ഉദ്ദേശം അതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പച്ചക്കറികളും കൂടെ മേടിക്കണം. നമ്മൾ പോകുമ്പോൾ ഒരുപാട് ഇരുട്ടിയിട്ടില്ല, ഇരുട്ടാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീനൊക്കെ തീർന്നോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. ഞാൻ എൻ്റെ ടെൻഷനിൽ ഇങ്ങനെ പോവുകയാണ്. നമ്മളിവിടുന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ മീൻ മേടിക്കാറുണ്ട് കേട്ടോ. നല്ല പച്ച ഫ്രഷ് മീനാണ് ഇവിടെ കിട്ടുന്നത്. അതിട്ട് കറി വെച്ചാൽ നല്ല രുചിയാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, റോഡിലൊക്കെ നല്ല തിരക്കാണ്. നമ്മൾ കുഞ്ഞു വണ്ടി ചെയ്തതിൻ്റെ അതിലേക്കൂടെ ഒക്കെ ഓടിച്ച് നമ്മളങ്ങ് പോവുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പൊടി കുഞ്ഞുവാവ് ഉറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. അവളങ്ങ് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല മഴയും വരുന്നുണ്ടായിരുന്നേ. എന്നാലും നമ്മളിന്ന് പോയി നോക്കാമെന്ന് വെച്ചിട്ട് പോയി നോക്കുക കേട്ടോ. തീർന്നോന്നൊന്നും അറിയത്തില്ല. റോഡിൽ നല്ല തിരക്കും ഉണ്ട്. കുട്ടികളെയും കൊണ്ട് നമ്മളൊരു സൈഡ് വലിഞ്ഞ് പോവുക കേട്ടോ. അപ്പോൾ നമ്മളിതാ മീൻ കടയുടെ അടുത്ത് എത്താറായിട്ടുണ്ടേ. മീനുണ്ടോ എന്ന് നോക്കാം. ഇവിടെയൊക്കെ നല്ല മഴ പെയ്തിട്ടുണ്ട്. റോഡിലൊക്കെ വെള്ളമായിട്ടൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ ഇവിടെ 1-2 മീൻ കടകളൊക്കെ വേറെ ഉണ്ട് കേട്ടോ. നമ്മളെന്നും സ്ഥിരം മേടിക്കുന്ന ഈ ചേട്ടൻ്റെ കടയിൽ നിന്നാണേ. ഇവിടെയാണ് നല്ല ഫ്രഷ് മീൻ കിട്ടുന്നത്. ഈ ചേട്ടൻ്റെ കടയിൽ നിന്ന് ഒത്തിരി വിറ്റ് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ വന്നത് വെറുതെ ആയില്ല. നമുക്കിവിടെ മീനുണ്ട്. ചൂരയും ബ്ലേഡ് മീനും നെത്തോലിയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അതിൽ ഏറ്റവും ചെറിയ മീനായി നെത്തോലിയാണ് നമ്മൾ വാങ്ങിയത് കേട്ടോ. നെത്തോലി പീര പറ്റിക്കുന്നതൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ GPay ഒക്കെ ചെയ്തിട്ട് നെത്തോലി മേടിച്ചുകൊണ്ട് ഇറങ്ങി കേട്ടോ. അപ്പോഴത്തേക്കും വീണ്ടും മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. കണ്ടില്ല, അതിൻ്റെ അപ്പുറത്തൊക്കെ വേറെ മീൻ കടകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കടയിൽ നിന്നാണ് ഏറ്റവും കൂടുതലായിട്ട് വിറ്റ് പോകുന്നതും പെട്ടെന്ന് തീരുന്നതും ഈ ചേട്ടൻ്റെ മീനാണ് കേട്ടോ. അപ്പം നമ്മളിത് മീനും മേടിച്ചുകൊണ്ട് ഇറങ്ങിയപ്പോഴത്തേനും മഴ ഇങ്ങനെ പൊടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു ചായക്കടയിലോട്ട് കയറി ഇന്ന വഴിക്ക് ചായയൊക്കെ കുടിച്ച് പരിപ്പുവടയൊക്കെ തിന്നിട്ട് തിരിച്ച് വരുവാണ്. നമ്മൾ തിരിച്ച് പോകുമ്പോൾ ടൗൺ ടച്ച് ചെയ്യുന്നില്ല. കാര്യം കുട്ടികളെയും കൊണ്ട് ടൗൺ ടച്ച് ചെയ്ത് പോകത്തില്ല. നല്ല തിരക്കാണ്. നമ്മളിതാ ഗണപതി അമ്പലത്തിൻ്റെ ആ സൈഡിൽ കയറി പോവുകയാണ് കേട്ടോ. ചിലപ്പോൾ ഉടുക്ക് വഴി കൂടെയാണ് നമ്മൾ കുട്ടികളെയും കൊണ്ട് എപ്പോഴും പോകാറുള്ളത്. ടൗൺ ടച്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ്, ഭയങ്കര പാടാണ് പോകാൻ കേട്ടോ. അപ്പം നമ്മളിതാ ഇവിടെ എത്തിയിട്ടുണ്ട്. നല്ല മഴയാണ് കേട്ടോ. നമ്മളൊരു കടയുടെ വാതിൽക്ക് കയറി നിൽക്കുന്നത് നമ്മുടെ ജംഗ്ഷനാണ് കേട്ടോ. അപ്പം ഞാൻ പീര പറ്റിക്കുന്ന റെസിപ്പിയായിട്ട് നാളെ വരാം. ഓക്കെ, ബൈ.